നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം. നമുക്കിനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് 3.5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഏകദേശം ഒരു 1/2 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. അരി നന്നായിട്ടൊന്ന് കഴുകണം. അതിനുശേഷം ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കണം. ഒരു 20 മിനിറ്റ് ഈ അരി വെള്ളത്തിലിട്ട് വെക്കണം. നമ്മൾ ഇന്ന് പ്രോൺസ് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രോൺസ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് വൃത്തിയാക്കുന്നതിന് മുമ്പ് 1/2 കിലോയായിരുന്നു. വൃത്തിയാക്കിയതിന് ശേഷം ഇത്രയും ഉണ്ട്. കുറച്ച് ചെറിയ പ്രോൺസാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കോൺഫ്ലവറാണ്. കോൺഫ്ലവർ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 1.5 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 3/4 ടീസ്പൂൺ ഉപ്പാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം. ഏകദേശം ഒരു 15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഫ്രൈഡ് റൈസിന് വേണ്ടത് കുറച്ച് മുട്ട പൊരിച്ചതാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മുട്ട ഇതുപോലെ പൊട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതുപോലെയൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് വളരെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടയൊന്ന് പകുതി റെഡിയാകുമ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വലിയ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊന്ന് മുറിച്ചു കൊടുക്കാം. കുറച്ച് ചെറുതായിട്ട് മുറിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ എല്ലാ ഭാഗത്തുമായിട്ട് മുട്ട കിട്ടും. മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒരു സൈഡിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന പ്രോൺസ് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ പ്രോൺസ് ഇട്ട് കൊടുക്കാം. ഇതുപോലെയുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾ ഓയിൽ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. വെളിച്ചെണ്ണ ഒരിക്കലും ഉപയോഗിക്കരുത്. അഥവാ ഇനി വെജിറ്റബിൾ ഓയിൽ ഇല്ലെങ്കിൽ പകരം ബട്ടർ ഉപയോഗിച്ചാലും മതി. ഈ സമയമായപ്പോഴേക്കും ഒരു 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഈ സമയത്ത് അരി വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരാൻ തുടങ്ങിയപ്പോൾ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിലും ഒരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് തീ കൂട്ടിയിട്ടിട്ട് വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിനുള്ള ചോറ് എപ്പോഴും കുറച്ച് കൂടുതൽ വെള്ളത്തിൽ വേണം വേവിച്ചെടുക്കാൻ. വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചോറ് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ സമയമായപ്പോഴേക്ക് ഇതിലേക്ക് വേണ്ട പ്രോൺസ് റെഡിയായിട്ടുണ്ട്. ഇതിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വളരെ ചെറിയ പ്രോൺസ് ആയതുകൊണ്ട് തന്നെ ഒരു 5-6 മിനിറ്റും കൊണ്ട് ഇത് റെഡിയായിട്ട് കിട്ടും. ഇനി ഈ എണ്ണയിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് തീ എപ്പോഴും ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റണം. വെളുത്തുള്ളി 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 മിനിറ്റിൽ കൂടുതൽ ഇളക്കരുത്. കൂടുതൽ ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഈ സവോളയൊക്കെ വല്ലാണ്ട് വഴന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഈ സമയമായപ്പോഴേക്ക് ചോറ് വെന്തിട്ടുണ്ട്. ഏകദേശം ഒരു 80% ചോറ് വേവിച്ചെടുക്കുന്നത്. ചോറ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ചോറ് വെന്തോന്ന് മനസ്സിലാകും. ഇതുടനെ തന്നെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അതിനുശേഷം നല്ല തണുത്ത വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചോറ് ഇനിയും വെന്തു പോകാതെ ഇരിക്കും. ഇതിനി ഒരു സൈഡിലേക്ക് മാറ്റാം. ഈ സമയമായപ്പോഴേക്ക് ഉള്ളി വഴറ്റി ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി. ഈ പച്ചക്കറിയുടെ കളറൊന്നും മാറി വരരുത്. ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് കിട്ടിയാൽ മാത്രം മതി. ബീൻസും ക്യാബേജും ഇതുപോലെ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷവും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ക്യാരറ്റ് ചേർത്തതിന് ശേഷവും ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെയുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ പച്ചക്കറികൾ ഒരിക്കലും ഓവർ കുക്കായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് ഇതിലേക്ക് ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം.
ക്യാപ്സിക്കം ചേർത്തതിന് ശേഷവും 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്തും വളരെ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഫ്രൈഡ് റൈസിലേക്ക് ചേർക്കേണ്ട വെജിറ്റബിൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും ഈ വെജിറ്റബിൾസും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ കുറച്ച് മുട്ട ചിക്കി പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും വറുത്ത് വെച്ചിരിക്കുന്ന പ്രോൺസും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സോയാ സോസാണ്. സോയാ സോസ് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1.5 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സോയാ സോസ് ചേർക്കുമ്പോൾ വെജിറ്റബിളിലേക്ക് ചേർത്ത് കൊടുക്കരുത്, ചോറിലേക്ക് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. വെജിറ്റബിളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വെജിറ്റബിളിൻ്റെയൊക്കെ ആ നല്ല കളറൊക്കെ അങ്ങ് മാറിപ്പോകും. അടുത്തതായിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും കൂടുതൽ വേണമെന്ന് തോന്നുന്നവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒരു പ്രാവശ്യം ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും.